അല്ല, അതൊക്കെ പിന്നെ അതിനുള്ള വേദിയല്ല. ഞാൻ എൻ്റെ വഴിക്കൊന്ന് സഞ്ചരിച്ചോട്ടെ. ഞാനൊരു വ്യക്തിയാണ്. ആദ്യം എനിക്ക് ഒരുപാട് ബന്ധങ്ങളുണ്ട്. ക്ഷേത്രങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളുണ്ട്, വ്യക്തികളുമായിട്ടുള്ള ബന്ധമുണ്ട്. എല്ലാം ഞാൻ കണക്കിലെടുത്താണ് പോകുന്നത്. എല്ലാ വിഭാഗം ആൾക്കാരുമാണ് എന്നെ പിന്തുണച്ചത്. എനിക്കതൊന്നും മുറിച്ച് കളയാനൊക്കത്തില്ല. ഞാൻ പണ്ടേ അങ്ങനല്ല, ഇലക്ഷൻ വേദികളിലും അങ്ങനെ അല്ലായിരുന്നു. അതങ്ങനെ തന്നെ ആയിരിക്കും. എന്ത് മോശപ്പെട്ട ചോദ്യമാണത്. നിങ്ങൾക്ക് വല്ല ഉദ്ദേശമുണ്ടോ? നിങ്ങൾ എക്സിറ്റ് പോൾ മുതലേ എനിക്കിപ്പോൾ ഒരുപാട് താങ്ങുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ ഞാൻ ഒന്നും പറയുന്നില്ല. കാരണം ഇനി അതിനൊന്നുമുള്ള സമയമല്ല. പിന്നെ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുണ്ട്. നിങ്ങളുടെയൊക്കെ പിന്തുണയോടെ തന്നെയാണ് അതൊക്കെ സത്യസന്ധമായി അതിൻ്റെ വാർത്തകൾ പുറത്തു വരേണ്ടതും ജനങ്ങളിലേക്ക് അത് ഗുണകരമായി വന്ന് ഭവിക്കേണ്ടതും. അല്ല, അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. അതൊന്നും ഒരു ആടയാഭരണമല്ല. ഒരു ഉത്തരവാദിത്വം മറ്റേതൊരു തിരഞ്ഞെടുക്കപ്പെടുന്ന ദേശീയ ഭരണത്തിൻ്റെ ഭാഗമാവുന്ന ഒരു പ്രതിനിധിയുടെയും ഒരു അലങ്കാരം മാത്രമേ എനിക്കുള്ളൂ. ഇനി അത്രയും എല്ലാം പറഞ്ഞു കഴിഞ്ഞു. തൃശ്ശൂരിലെ ജനങ്ങളെ, മലയാളികളെ, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഭാരതത്തിലെ ജനങ്ങളെ എല്ലാവരെയും വാരിപ്പുണർന്നുകൊണ്ട് തന്നെയാണ് ഞാൻ തുടങ്ങിയിരിക്കുന്നത്. കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാധ്യത ടൂറിസമാണല്ലോ. അങ്ങനെ ഒരു വകുപ്പാണ് കിട്ടിയിരിക്കുന്നത്. അല്ല, ഞാൻ പറയുന്നത് ഇത് അതിനുള്ള വേദിയല്ലെന്ന്. അതെ, അതിനുള്ള വേദിയല്ലത്. അതൊക്കെ ഞാൻ എൻ്റെ ഒരു ചെയറിലിരുന്നു കൊണ്ട് പറഞ്ഞു കഴിഞ്ഞു. അത്ര തന്നെ. താങ്കളെ പിന്തുണച്ചതിന്റെ പേരിൽ അല്ലെങ്കിൽ താങ്കളെ വല്ലാതെ സപ്പോർട്ട് ചെയ്യുന്നവര് തൃശ്ശൂർ മേഖലയിൽ നിന്ന് CPM വിശദീകരണം തേടി. അല്ല, ഞാൻ പറഞ്ഞില്ലേ, ഈ വക ഉപരിതല പ്രയോജനപ്പെടുത്താൻ വേണ്ടിയുള്ള ചർച്ചകളുടെ ഒന്നും മെറ്റീരിയലല്ല ഞാൻ. അവരൊക്കെ ചർച്ചിച്ചോട്ടെ, ഞാൻ അതിൻ്റെ ഭാഗമല്ല. എന്നെ ദൈവമായിട്ട് ജനങ്ങൾക്ക് മനസ്സിൽ തോന്നിപ്പിച്ച് ജനങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു. ആ ജനങ്ങളെ എന്നിലേക്ക് കൊണ്ടുവരുന്നതിന്, എൻ്റെ രാഷ്ട്രീയ വളർച്ചയ്ക്ക് വേണ്ടി, എൻ്റെ ഭരണപരമായ ഒരു എന്നെ ഒന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി ആ ജനങ്ങൾ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി, ക്രോഡീകരിക്കാൻ വേണ്ടി ശ്രമിച്ച ജനസ്നേഹം ക്രോഡീകരിക്കാൻ വേണ്ടി, അത് വോട്ടിൻ്റെ രൂപത്തിലാണെങ്കിൽ അങ്ങനെ അതിനുവേണ്ടി 1.5 വർഷം പണിയെടുത്ത തൃശ്ശൂരിലെ കാര്യകർത്താക്കളുണ്ട്. അവരൊക്കെ മാത്രമാണ് എൻ്റെ ജനങ്ങളും അവരും ആണ് ഇനി എൻ്റെ ഉത്തരവാദിത്വം. എന്നെ അവർ ചേർത്ത് നിർത്തും എന്നാണ്. ഞാൻ ആരാണ് അവരെ ചേർത്ത് നിർത്താൻ? അവരെന്നെയാണ് ചേർത്ത് നിർത്തുന്നത്. ഞാൻ ഭാരതത്തിൻ്റെ ടൂറിസം സഹമന്ത്രിയാണ്. അപ്പോൾ ഉത്തരവാദിത്വം എത്ര വലുതാണെന്നറിയണം. പിന്നെ എന്താണ് ഒരു നീതി നിർവഹണം ഭരണത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാവുന്നത്? ഇപ്പോൾ ടൂറിസത്തിൻ്റെ പേരിലായാൽ ഇന്ത്യയിൽ തന്നെ ഏതൊക്കെയാണ് പ്രൈം സ്പോട്ട്സ്, അത് തന്നെയാണ് എൻ്റെ ഉന്നം. അവിടെ കേരളത്തിൻ്റെ സ്ഥാനം എന്താണെന്ന് എൻ്റെ പ്രധാനമന്ത്രി കേരളത്തെക്കുറിച്ച് മാത്രമേ പറഞ്ഞുള്ളൂ, അല്ലേ? അവർക്കെല്ലാം അവകാശമുണ്ട് അങ്ങനെ പറയാൻ. എനിക്കും അതുപോലെ ഒരു ചെറിയ അവകാശമുണ്ട്. അല്ല, അതാ പറഞ്ഞത്, എനിക്കും എൻ്റേതായ അവകാശമുണ്ട്. എൻ്റെ അവകാശം ഞാൻ എൻ്റെ അഭിപ്രായമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് 2016 പറഞ്ഞതാണ്. അതിപ്പോഴും നിലവിലുണ്ട്. കോഴിക്കോടല്ല മറ്റൊരു സ്ഥലമാണെങ്കിൽ അദ്ദേഹം പറഞ്ഞതിലല്ലേ വലിയ ഒരു ഒരു ദുരുദ്ദേശപരമായ രാഷ്ട്രീയമുള്ളത്. അദ്ദേഹം പറഞ്ഞതിലാണ്. അതൊക്കെ മുഖ്യമന്ത്രിയുടെ നാവാണ്, മുഖ്യമന്ത്രിയുടെ ചിന്തയാണ്. അതൊന്നും ചോദ്യം ചെയ്യാനോ അതിനെയൊന്നും ഖണ്ഡിക്കാനോ ഒന്നും, അത് അവരുടെ പാർട്ടിക്കാരൻ തന്നെയാണ്. അത് അവർ തീർത്തോളും. സുരേഷ് ഗോപി കോഴിക്കോട് തളിയിൽ മഹാദേവ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷം മാധ്യമങ്ങളെ കണ്ട് സംസാരിക്കുകയായിരുന്നു.
ഈ ക്ഷേത്ര ദർശനത്തിന് ശേഷം അദ്ദേഹം പ്രമുഖരുമായി കൂടിക്കാഴ്ച നടത്തും. ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ കാര്യപരിപാടികളെക്കുറിച്ച് ആണ് പറയുന്നത്. കേന്ദ്രമന്ത്രിയായി ചുമതലയേറ്റതിനു ശേഷം സുരേഷ് ഗോപി ആദ്യം എത്തുന്നത് കോഴിക്കോടാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ ദർശനത്തിന് ശേഷം അദ്ദേഹം മാരാർജി ഭവനിലേക്കാണ് എത്തുന്നത്. BJP ജില്ലാ നേതാക്കളുമായി എല്ലാം അദ്ദേഹം കൂടിക്കാഴ്ച നടത്താനും ഇന്നത്തെ കാര്യപരിപാടികളിൽ തീരുമാനിച്ചിട്ടുണ്ട്. ജില്ലയിലെ പ്രമുഖരുമായിട്ടൊക്കെ അദ്ദേഹത്തിന് ഇന്ന് കൂടിക്കാഴ്ചയുണ്ട്. 9 മണിയോടെ ട്രെയിൻ മാർഗമായിരിക്കും അദ്ദേഹം കണ്ണൂരിലേക്ക് പോവുക. ഒപ്പം തന്നെ പയ്യാമ്പലം ബീച്ചിലെത്തി മാരാർജി സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചനയും നടത്തും. കൊട്ടിയൂർ ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളിൽ ഇന്ന് അദ്ദേഹം സന്ദർശനം നടത്തുമെന്നും നമ്മൾക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ക്ഷേത്ര ദർശനം പൂർത്തിയാക്കിയ ശേഷം സുരേഷ് ഗോപി മാരാർജി ഭവനിലെത്തി അദ്ദേഹം തിരിച്ച് വീണ്ടും മടങ്ങുകയാണ്. ക്ഷേത്ര ദർശനം പൂർത്തിയാക്കിയ ശേഷം സുരേഷ് ഗോപി മാരാർജി ഭവനിലെത്തി അവിടെ നിന്ന് അദ്ദേഹം വീണ്ടും മടങ്ങുകയാണ്. കൊട്ടിയൂർ ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളിൽ നിന്ന് ദർശനം നടത്തുന്നുണ്ട്. 9 മണിയോടെ അദ്ദേഹം ട്രെയിൻ മാർഗം കണ്ണൂരിലേക്ക് മടങ്ങും. ദിൽഷ തിലകനുണ്ട് സ്ഥലത്ത് നിന്ന്. ദിൽഷ, അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ കാര്യപരിപാടികൾ എങ്ങനെയാണ്? മാധ്യമങ്ങളോടായിട്ട് അദ്ദേഹം എന്തൊക്കെയാണ് സുരേഷ് ഗോപി പറഞ്ഞത്? സുരേഷ് ഗോപി തളിയിൽ മഹാദേവ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷം മാരാർജി ഭവനിലെത്തി പുഷ്പാർച്ചന നടത്തി അദ്ദേഹം തിരിച്ച് മടങ്ങിയിരിക്കുകയാണ്. ഇന്ന് BJP ജില്ലാ നേതാക്കളുമായി എല്ലാം സുരേഷ് ഗോപി ചർച്ച നടത്തുന്നുണ്ട്. ക്ഷേത്ര ദർശനത്തിനെല്ലാം ശേഷം അദ്ദേഹം കൊട്ടിയൂർ ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളിൽ അദ്ദേഹം ദർശനം നടത്തുന്നുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഒപ്പം കേന്ദ്രമന്ത്രിയായി ചുമതലയേറ്റതിനു ശേഷം അദ്ദേഹം ആദ്യം എത്തുന്നത് കോഴിക്കോട് ജില്ലയിലേക്കാണെന്ന പ്രത്യേകതയുമുണ്ട്. 9 മണിയോടെ അദ്ദേഹം ട്രെയിൻ മാർഗമായിരിക്കും കണ്ണൂരിലേക്ക് എത്തുക. പയ്യാമ്പലം ബീച്ചിൽ മാരാർജി സ്മൃതി കുടീരത്തിലെല്ലാം അദ്ദേഹം പുഷ്പാർച്ചന നടത്തും. ഇപ്പോൾ ദിൽഷ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ദിൽഷ, അദ്ദേഹത്തിന്റെ കാര്യപരിപാടികൾ ഇന്ന് എന്തൊക്കെയാണ്? എന്തൊക്കെ കാര്യങ്ങൾ അദ്ദേഹം മാധ്യമങ്ങളോട് പറയാൻ ശ്രമിച്ചു ഇന്ന്? ദിൽഷ.